ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മസാല മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണല്ലോ ഈ മുറുക്ക് എന്ന് പറയുന്നത്. അരിമുറുക്ക്, മസാല മുറുക്ക് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് തന്നെ ഈ മുറുക്കിലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് മസാല മുറുക്കാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇതിൽ അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കടലമാവ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കെന്ന് പറയുന്നത് 1 കപ്പ് കടലമാവിന് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായത് കൊണ്ടാണ് ഇത് നേരത്തെ പറയുന്നത്. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് അരിപ്പൊടിൻ്റെ മിക്സ്ചറിലോട്ടേക്ക് 1 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണോളം അപ്പക്കാരമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം കശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊക്കെ കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ എല്ലാ സൈഡിലും എത്തുകയുള്ളൂ. അതിനുശേഷം മാത്രം വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് നമ്മൾ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ചിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം അധികം കൂടിപ്പോകാണ്ട് ശ്രദ്ധിക്കണം. ഇനി കൂടിപ്പോയാലും അതിനനുസരിച്ചിട്ട് മാവ് ചേർത്ത് കൊടുത്താൽ മതിയാവും, കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഞാനിത് സേവനാഴിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മുറുക്കുണ്ടാക്കാനുള്ള അച്ച് ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിട്ടിട്ട് സേവനാഴിയിലോട്ടേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ മാവ് സെറ്റാണ്. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിൽ നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സേവനാഴിയിലിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് തന്നെ കറുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് ക്രിസ്പി ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഏകദേശം ഒരു 1/2 മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് ജസ്റ്റ് ഏതെങ്കിലും ഒരു മുറുക്ക് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് നോക്കിയാൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ തണുത്ത് വരുമ്പം അത് ഒന്ന് ക്രിസ്പി ആയി വരുന്നുണ്ടോയെന്ന്. അപ്പം അങ്ങനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഒരു 15 മിനിറ്റ് ഒക്കെ മതിയാവും. നമുക്ക് ചായക്കൂട്ടൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തിടുന്നുണ്ട്. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ എണ്ണയിലോട്ടേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ വറുത്ത് ഇതിലോട്ടേക്ക് മാറ്റി വെക്കുവാണ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമുക്കിത് ഒരു കുപ്പിയുടെ ജാറിലിട്ട്, അതായത് ഗ്ലാസിന്റെ ജാറിലിട്ടിട്ട് നമുക്കിത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാനും പറ്റും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ്. ഈ ക്രിസ്പിനെസിന്റെ കൂടെ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. അതായത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ക്രിസ്പിനെസ് അല്ല, അത് കടിക്കുമ്പം ഒരു ക്രിസ്പിയാണ്, അതിൻ്റെ കൂടെ ഒരു സോഫ്റ്റും ആണ് എന്നുള്ളൊരു ഫീലിംഗാണ്. അതിപ്പം നിങ്ങൾ കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. എനിക്ക് എങ്ങനെയാ പറഞ്ഞു തരേണ്ടത് അതറിയത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.